കൂടെ ഇപ്പോൾ ഉള്ളത് ഷഹബാസിന്റെ വീടിന് അടുത്ത് തന്നെയുള്ള സുഹൃത്താണ്. ഷഹബാസ് ഇങ്ങനെ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം എത്തുന്നത് നദാലിന്റെ അടുത്തേക്കാണ്. ഇവനായിരുന്നു ആ സമയത്ത് ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷഹബാസിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ സുഹൃത്തായിരുന്നു. മോന്റെ അടുത്തേക്കായിരുന്നു എത്തിയത് അല്ലേ? എന്താണ് അവൻ വന്നിട്ട് എന്ത് പറഞ്ഞത്? തല പെരുക്കുന്ന ഒന്ന് കെടുക്കട്ടെ വെച്ച് മുഖം കഴിക്കും. അത് തിന്നമ്മ കിടന്ന് കുറേ വിളിച്ചു നോക്കി, ഒന്നും പറയുന്നൊന്നുമില്ല. അവനെ കൂടുതലോന്ന് ചോദിച്ചപ്പോൾ തല്ല് കിട്ടി അവനെ തമാശ രീതിയിലാണ് പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് അവനെ എണീക്കുന്നുമില്ല. അപ്പോൾ വെള്ളമാണോ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഈ ഷഹബാസ് ഈ വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നമുണ്ടായി വന്നതിന് ശേഷം എത്തുന്നത് ഈ നദാലിന്റെ വീട് ഷഹബാസിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. ഇവർ ഒരുമിച്ചായിരുന്നു അല്ലേ? കളിക്കാനൊക്കെ ഒരുമിച്ചായിരുന്നു. ഒരു സ്കൂളിലാണോ പഠിക്കുന്നത്? സ്കൂളല്ല, അപ്പോൾ ഇവർ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഷഹബാസ് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം വന്നത് നദാലിൻ്റെ അടുത്തേക്കായിരുന്നു. നദാലിൻ്റെ വീട്ടിൽ വന്നു, പുറത്ത് ഈ എറയത്ത് കിടന്നു. അതിനുശേഷമാണ് ഇവരുടെ അടുത്ത് തല്ലുണ്ടായി, തല പെരുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കുറേ നേരം കിടന്നു, സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഷഹബാസ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. പിന്നീടാണ് അവിടെ നിന്നാണ് ഒട്ടും പറ്റാത്ത രീതിയിൽ അവശനായ രീതിയിലാണ് ഈ ഷഹബാസിനെ ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഷഹബാസ് ഈ മരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നമുണ്ടായതിനു ശേഷം ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. തമാശ രീതിയിലാണ് കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഷഹബാസിന് തല്ല് കിട്ടി എന്നൊരു കാര്യം ഈ കുട്ടിയോട് പറയുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടി വീട്ടിലേക്ക് പോകുന്നതും രാത്രി 7 മണിയോടെ വൈകി തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം വീട്ടിൽ വന്ന് അവിടെ നിന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഇല്ലാതായത്. 3 അനിയന്മാരുണ്ട് ഷഹബാസിന് താഴെ. ഇവരെക്കാളൊക്കെ ഒരുപാട് മൂത്ത കുട്ടിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഒരു നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്. ഈ കൂട്ടുകാർക്കൊക്കെ അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു തൊട്ടടുത്തുള്ള ഒരു കടക്കാരനോട് ചോദിച്ച ആ സമയത്ത് പോലും ഇദ്ദേഹം പറയുന്നത് കുട്ടി കടയിലേക്ക് വരുമായിരുന്നു, പണമില്ലാത്ത സമയമായിരുന്നെങ്കിൽ ഒരു കഴിക്കാനുള്ളൊരു ഭക്ഷണം എടുത്ത് പിന്നീട് തരാം എന്ന് പറഞ്ഞു പോകുന്ന അത്രയും ആ സമയത്ത് തന്നെ കുട്ടിയുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഇവരൊക്കെ കുട്ടിയോട് അത്രയും നല്ല രീതിയിലായിരുന്നു കഴിക്കാനുള്ളത് കൊടുക്കാനും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരോടുമുള്ള പെരുമാറ്റം. ഈ സുഹൃത്തുക്കൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ഈ കാണുന്നത് പോലെ കുട്ടികളൊക്കെ വളരെ വലിയ വിഷമത്തിലാണ്. ഞങ്ങൾ ഈ വന്നു കയറുന്ന സമയത്ത് ഇവരൊക്കെ കൂടെ പഠിക്കുന്ന കുട്ടികളല്ല, കൂടെ നാട്ടിലുള്ള കുട്ടികളാണ്. ഇവരൊക്കെ വലിയ വിഷമത്തിൽ തന്നെയാണ്, കരയുന്നവരുണ്ട്. ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഈ നദാലിൻ്റെ അടുത്തേക്കാണ് ആദ്യം എത്തിയത്. ഇവനോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ഷഹബാസ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും ഈ ഉമ്മയോടും കാര്യങ്ങൾ പറയുന്നതും പിന്നീടാണ് ഇവനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്.